സാർ ഇപ്പോൾ സൈഡ് പീസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ ഒരു ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിങ് സ്റ്റേജിൽ എന്തൊക്കെ ഡ്രോയിങ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ഡ്രോയിങ്സ് ആയിരിക്കും അവിടെ ആവശ്യമായിട്ട് വരിക ബേസിക്കലി? ഓക്കെ, പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ബേസിക്കലി ഇപ്പോൾ ഒരു വീട് നമ്മൾ ഡിസൈൻ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പ്ലാനാണ്. പ്ലാൻ ചെയ്ത് അതിൻ്റെ സോണിങ് എല്ലാം ചെയ്ത് ഒരു പ്ലാൻ ഫൈനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ എലിവേഷനിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ എലിവേഷൻ കൂടി കഴിഞ്ഞ് എല്ലാം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റേഷൻ വേറെ കാര്യം, അതിന്റെ പാരലലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സെയിം ടൈമിൽ തന്നെ അത് നമുക്ക് സെയിം ടൈമിൽ അതിന് വേറൊരു റിക്വയർമെന്റ്സും കാര്യങ്ങളും അത് നമുക്ക് വേറൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ ഈ പ്ലാനും എലിവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാനും എലിവേഷനും വെച്ച് മാത്രം സൈറ്റിൽ പണിയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് ഓരോ കാര്യങ്ങളും ഓരോ ലെവലിൽ ഓരോ ഡിസൈൻ അനുസരിച്ച് ആണ് ഇത് മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്ലാനും എലിവേഷനും അതിന്റെ സെക്ഷൻസും അല്ലാതെ നമുക്ക് വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഓഫ് ഡ്രോയിങ്സ് വരും. ഈ വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ അതായത് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടീമിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രോയിങ്സിനെയാണ് ഈ വർക്കിംഗ് ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഗുഡ് ഫോർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇഷ്യൂ ഫോർ കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സ്. അത് നോക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. കാരണം അതിനകത്താണ് എല്ലാ ഡീറ്റെയിൽസും റിഫ്ലക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ എവിടെയൊക്കെ വരുന്നു, എങ്ങനെയാണ് വരുന്നത്. കാരണം ചിലപ്പോൾ നമ്മളൊരു വീട് നോക്കുകയാണെങ്കിൽ ഒരേ ലെവലിലായിരിക്കില്ല, ഡിഫറെന്റ് ലെവൽസ് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ട്. ഈവൻ ടോയ്ലറ്റ് തന്നെ, ടോയ്ലറ്റ് സെയിം ലെവലിലായിരുന്നു, അതെന്തുകൊണ്ടാണ് ടോയ്ലറ്റ് ഒരേ ലെവലിൽ കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലാഷ് ചെയ്യുന്ന വെള്ളം അതായത് അടുത്തുള്ള റൂമിലോട്ട് വരാതിരിക്കാൻ അത് ചെറിയൊരു ഡിപ്പിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് എത്ര ഡിപ്പിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് സൈഡിലോട്ട് ഇത് ചെയ്യണം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് വർക്കിംഗ് ഡ്രോയിങ്സ് ആണ്. ഓക്കെ, സോ അതിൽ മനുഷ്യൻ ചെയ്തിരിക്കും ഏത് ലെവലിൽ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫുട്ടിങ്സ് അതായത് ഫൗണ്ടേഷൻ്റെ ഫുട്ടിങ്സ് എല്ലാം ഒരേ സൈസിലുള്ള ഫുട്ടിങ്സ് ആയിരിക്കില്ല. ഓക്കെ, അത് പല ലൊക്കേഷൻ അനുസരിച്ച് അതിൻ്റെ സൈസും അതിൻ്റെ ഡെപ്തും കാര്യങ്ങളും എല്ലാം മാറും. ഈവൻ റീബാറും എല്ലാ കാര്യങ്ങളും സ്ട്രക്ചർ ഡീറ്റെയിലിംഗ് എല്ലാം മാറും. അതുപോലെ തന്നെ ബീംസ് അതും മാറും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങിലൂടെയാണ് മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫിനിഷിംഗ് ആക്ടിവിറ്റീസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈവൻ മേസണറിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ഓപ്പണിങ്സ് ഉണ്ട്. ഓക്കെ, ജോയിനറി ഓപ്പണിങ്സ് ഉണ്ട്, വിൻഡോസിൻ്റെ എല്ലാം, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിരിക്കും നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ അതനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ടീമിന് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല, ഈസി ആയിരിക്കും. ഓക്കെ, അതായത് നമ്മളൊരു ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി കുറച്ചും കൂടി ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഡൗട്ട്സ് കുറവായിരിക്കും, ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ടാവും. സോ അതനുസരിച്ച് ഇവർക്ക് പ്ലാൻ ചെയ്യാനായിട്ടും പ്രോപ്പറായിട്ടും പറ്റും. ഇപ്പോൾ ഈ ടൈലിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾസ് തരുന്നുള്ളൂ കേട്ടോ. ടൈലിംഗ് തന്നെ നമുക്ക് പല സൈസിലുള്ള ടൈലുണ്ട്, പല രീതിയിൽ ഇട്ട് തുടങ്ങും. ഇപ്പം നമ്മൾ ഇതൊന്നും ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ടൈല് വാങ്ങിക്കുന്നു, ചിലപ്പോൾ ഒരു 6x4 ടൈലായിരിക്കും അല്ലെങ്കിൽ 4x2 ടൈലായിരിക്കാം. ഓക്കെ, സോ അത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇട്ട് തുടങ്ങുന്നു, ഏത് സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ മെൻഷൻ ചെയ്യും. നമ്മളൊരു സൈഡിൽ നിന്ന് ഇട്ട് തുടങ്ങുന്നു, ഒരു സൈഡിൽ നിന്ന് ഇട്ട് തുടങ്ങി വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു വലിയ ടൈൽ സെറ്റ് ഓഫ് ടൈൽസ് നമുക്ക് വേസ്റ്റേജ് ആയി പോകും, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അതുപോലെ തന്നെ ചെറിയൊരു സ്ഥലത്ത് വന്ന് ഒരു ഓട് ജോയിന്റ് കയറി വരും. ഓക്കെ, അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും. സോ അതിനും ബെറ്റർ നമ്മൾ ഈ ടൈൽസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് വെച്ച് പാറ്റേൺ വെച്ചിട്ട് നമ്മളൊരു ലേ ഔട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വന്ന വേസ്റ്റേജ് മിനിമൈസ് ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പാറ്റേൺ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈല് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, സോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ എവിടെ എത്തുമ്പോൾ എത്രയായിരിക്കും പീസ് വരുന്നത്, ഇതെല്ലാം നമുക്ക് അസ്തെറ്റിക്കലി ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പഴയ വീടുകളിലൊക്കെ നമുക്ക് കാണാം ടൈലിന്റെ വരുമ്പോൾ ഇതുപോലെ ജോയിന്റ്സിലൊക്കെ കുറച്ച് അങ്ങോട്ടും അതെ ജസ്റ്റ് ഒരു കൂട്ടിച്ചങ്ങ് വെക്കുന്നു. സോ ഒരു പ്ലാൻഡ് ആയിരിക്കില്ല അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഒരു ലേ ഔട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 95% അതനുസരിച്ച് പോകും. പിന്നെ സൈഡ് കണ്ടീഷനും ഡ്രോയിങ്സും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, ഒരു ചെറിയ ഡയമെൻഷൻസിന് ഇത്തിരി വ്യത്യാസം വരും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല.
ആ ഒരു വ്യത്യാസമൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ഒരു പരിധിവരെ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഓക്കെ, ബഡ്ജറ്റ് ഒരു മെയിൻ ഘടകമാണല്ലോ. തീർച്ചയായും. അപ്പോൾ ഡിസൈനിങ്ങിന്റെ സ്റ്റേജ് വരുമ്പോൾ എങ്ങനെയായിരിക്കും ബഡ്ജറ്റിന്റെ ഒരു ഇമ്പാക്ട്?